ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താടി മുതൽ പ്രധാനമന്ത്രിയുടെ ഉള്ളങ്കാളിലെ മണൽത്തരി വരെ ഓഡിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫാസിസ്റ്റാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാസിസ്റ്റാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊന്ന് ഞങ്ങളുടെ ചോര കുടിക്കാനായി ഒരുങ്ങുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചുള്ള AI വീഡിയോകൾ ചെയ്യും. എന്നിട്ട് പറയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഫാസിസ്റ്റ് ആണെന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയൊക്കെ പോയാലും അദ്ദേഹത്തെ വളഞ്ഞിരുന്ന് ആക്രമിക്കും. തിരിച്ചൊന്നും ചെയ്യാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നോക്കി വീണ്ടും അവർ പറയും അതാ ഒരു ഫാസിസ്റ്റ് നടന്നു പോകുന്നുവെന്ന്. ഈ പറയുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചൈനയിലെ കമ്മ്യൂണിസത്തിനെയും അഹോരാത്രം ജയ് വിളിക്കുന്നവരാണ്. ജയ് വിളിക്കുന്ന ഈ കൃമി കീടങ്ങൾക്ക് വേണ്ടി ഈ വാർത്ത ഞാൻ സമർപ്പിക്കുകയാണ്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ GDPയെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയെ ചൈന കൊന്നു തള്ളിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ലോകരാജ്യങ്ങളെ തന്നെ അങ്ങനെയൊന്നും ഞെട്ടിച്ചിട്ടില്ല. കാരണം ചൈന അതൊക്കെ ചെയ്യും എന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാം. ചൈനയ്ക്ക് പുറമെ ഉത്തര കൊറിയയും ഇവരുടെ വലിയ ഒരു ഫാൻ ബേസ് ഉള്ള രാജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചൈനീസിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗാവോ ഷാൽവനാണ് അന്തരിച്ചത്. ഇപ്പോഴിതാ നമുക്കും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹവും ചൈനയുടെ വലിയ ഫാനാണ് എന്നുള്ളതാണ്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ, മൂലധന വിപണികൾ, GDPയെ കുറിച്ചുള്ള സർക്കാർ കണക്കുകൾ എന്നിവ പരസ്യമായി ചോദ്യം ചെയ്തിരുന്ന പ്രമുഖ ചൈനീസ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗാവോ ഷെർവെൻ 55 വയസ്സുള്ളപ്പോൾ രോഗാതുരനായി മരിച്ചു എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൈനീസ് സ്റ്റേറ്റ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിന് അസുഖം കാരണമാണെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതും ഭയത്താൽ, ഇൻവേർട്ടഡ് കോമയിൽ ഭയത്താൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ, മാന്ദ്യം, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പലതവണ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഗാവോ ഷാൽവെൻ അടുത്തിടെ ചൈനയുടെ GDP ഡാറ്റയെ പരസ്യമായി ചോദ്യം ചെയ്തു. 2021 മുതൽ 2023 വരെയുള്ള രാജ്യത്തിന്റെ GDP വളർച്ച ചൈനീസ് സർക്കാർ 10% പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഷാൽവന്റെ പെട്ടെന്നുള്ള മരണത്തിൽ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ അഗാധമായിട്ടുള്ള അനുശോചനവും വലിയ ദുരൂഹതയും രേഖപ്പെടുത്തി. സ്വതന്ത്രമായ ശബ്ദങ്ങൾ അനുവദിക്കാത്ത ചൈന പോലുള്ള ഒരു രാജ്യത്ത് സത്യം നിർഭയമായി സംസാരിച്ചതിന് ഷാൽവൻ വളരെയധികം പ്രശംസിക്കപ്പെട്ടു, അതിലേറെ ക്രൂശിക്കപ്പെട്ടു. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ മരണത്തീയതി കൃത്യമായി നൽകിയിട്ടില്ല. പക്ഷേ ചൈനയുടെ മൂലധന വിപണികളിലെ ഏറ്റവും സ്വാധീനമുള്ള മാക്രോ ഇക്കണോമിസ്റ്റുകളിൽ ഒരാളായി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. 2024 അവസാനത്തിൽ വാഷിംഗ്ടണിൽ നടന്ന ഒരു പരിപാടിയിൽ ചൈനയുടെ GDPയെ കുറിച്ച് അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഉന്നയിച്ചപ്പോൾ ഗാവോ വാർത്തകളിലും ഇടം നേടി. അതോടൊപ്പം തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ നോട്ടപ്പുള്ളിയുമായ അദ്ദേഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ചൈനയുടെ യഥാർത്ഥ GDP വളർച്ചാ നിരക്ക് വെറും 2% മാത്രമാണെന്ന്, ഇത് സർക്കാർ ഡാറ്റയേക്കാൾ വളരെ കുറവാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്തായാലും ചൈനയുടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥ അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ആര് കൊന്നു? അത് നിഗൂഢമാണ്. ചൈനീസ് മാധ്യമങ്ങൾ, ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ചൈനീസ് മാധ്യമങ്ങൾ, ഇതെല്ലാം ഇന്ത്യയിൽ പറയുന്നത് ഗോദി മീഡിയ എന്നാണ്. അതായത് നരേന്ദ്രമോദി ഇതുവരെ ഒരു മീഡിയ പോലും വിലക്കെടുത്തിട്ടില്ല. പക്ഷേ ചൈനീസ് സർക്കാർ അവരുടെ ഉടമസ്ഥതയിലുള്ള മീഡിയാസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു അയാൾ മരണപ്പെട്ടു. എങ്ങനെ മരിച്ചു? അസുഖം വന്ന് മരിച്ചു. അസുഖം മാത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.